ഹലോ ഗൈസ്, വെൽക്കം ടു ഗെക്സ് ടോക്സ്. അപ്പോൾ നമ്മൾ ഗെക്സ് പോഡ്കാസ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഗഗൻ ഇല്ല ഇന്ന്. ഇല്ല, ഗഗ ഇല്ലാതെ ഞങ്ങൾ മാത്രമേ ഇനി ഉള്ളൂ. ഞങ്ങളാണ് ഇനി ഇവിടെ എല്ലാം. അതെ. അപ്പോൾ നമ്മൾ പുതിയ ഗസ്റ്റുകളൊക്കെ വിളിക്കാൻ ആഗ്രഹമുണ്ട്. വിളിക്കുന്നു. ഇന്ന് പുതിയൊരു ഗസ്റ്റ് ഉണ്ട്. അതെ, ഞങ്ങൾ ഗഗനെ കട്ട് ചെയ്തു. അത് ഗഗനെ നമ്മൾ കളഞ്ഞിട്ട് വേറൊരു നല്ലൊരു വെർഷൻ, എന്നാൽ ഞങ്ങൾക്ക് തോന്നുന്ന ഒരു നല്ലൊരു വെർഷനെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇതാണ് ഞങ്ങളുടെ മെയ്ഡ് ഇൻ ചൈന. ഫസ്റ്റ് കോപ്പി ഒന്നുമില്ല, നല്ല ഗൈസ്. ഒരു ആകെ തെറ്റ് ചെയ്യാനുള്ളൂ, മുടി വെട്ടി. ഇതൊരു വലിയ തെറ്റാണോ? ആണ്. അല്ല, നമ്മളെ ഇഷ്ടമല്ലേ നമ്മളെ മുടി വെട്ടുന്ന അല്ലേ? മുടി വെട്ടി ഞാൻ ആലോചിക്കായിരുന്നു, സാധാരണ എല്ലാവരും മുട്ടയൊക്കെ അടിക്കുന്നേ ചൂട് സമയത്തല്ലേ, ഇവ എന്തിനാണ് ഇപ്പം മഴ സമയത്ത് നോക്കി മുട്ട അടിച്ചതെന്ന്? എടാ, മഴയത്താണ് പനി വരാനുള്ള ചാൻസസ് അധികം. അപ്പം നമ്മൾ മുടി വെട്ടോളെ മാറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും? പനി പിടിക്കും. അപ്പം മുടി വെട്ടണം. ഗെക്സ് പോഡ്കാസ്റ്റ് അടച്ചു പൂട്ടും ഗൈസ്. അല്ല, പനി പിടിച്ച എനിക്ക് പനി പിടിച്ച ഈ ഇതിന്റെ നട്ടലൊന്നുമില്ല, ഞങ്ങള് ചെയ്യും. ഇവൻ കാണത്തില്ല. ഹെയർസ്റ്റൈൽ ഇനിയുണ്ട് ബാക്കി. ഹെയർസ്റ്റൈൽ ഫുള്ള് റിവീൽ ചെയ്തില്ല. വരെയൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ബസ്കറ്റ് അടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവന് ബസ്കറ്റ് എന്ന് കേട്ടത് നല്ല സന്തോഷമായി. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വെച്ച് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഭായ് ഇവിടെ 2 വര ഇട്ട ഭായ് കാണാൻ സൂപ്പർ ആയിരിക്കും. അത് ഞാൻ ഇപ്പഴാ കണ്ടത്. കണ്ടില്ലേ? പക്ഷെ ഞാൻ ഇത് കണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് പണ്ടേ കിട്ടിയതാ. ഇത് ചെറിയൊരു വര. അത് നമ്മളെ സന്തോഷം, അവരെ സന്തോഷം കൂടി നമ്മൾ നോക്കണ്ടേ. ഇവിടെ അങ്ങ് അലിഞ്ഞു പോയി. അതെ, അവൻ സോപ്പിട്ട് അവൻ പുകഴ്ത്തി കൊടുത്ത്. ഇവ അതില് അവന് തരിച്ച്. അപ്പൊ അവൻ എനിക്കെന്നാ വെട്ടിയപ്പോ അറിയാതെ കൈ തെറ്റിയാന്ന് ചെറുതായിട്ട് വര വീണെന്ന് തോന്നാ. അറിയാം. പിന്നെയാണ് അവൻ പറഞ്ഞത് ഇവിടെ 2 വരയും കൂടി ഇട്ട അയാത് ഞാൻ വീണൊന്നുമില്ല. പിന്നെ പിള്ളേരെ ഓരോ ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാൻ പിള്ളേരെ ആഗ്രഹം, അവന്റെ ആഗ്രഹം. ഷാറുഖ് ഖാൻ. ലാനിഷിനും ഒരു വട്ടം നമ്മൾ ബസ്കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര കിടിലൻ കഥയാണ്. പക്ഷെ ഞാൻ മുടി വളർത്തിട്ടിരുന്ന സമയത്ത് ഞാൻ ഫോട്ടോ കാണിച്ചത് ഞങ്ങള് മുടി വെട്ടാനുള്ള മുടി വളർത്തിയത് സൂപ്പറായിരുന്നു. അതായിരുന്നു ആകാശൊക്കെയാണ് ട്രെൻഡ് സെറ്റേഴ്സ് എന്ന് പറയുന്നത്. സത്യം. നിർത്തറ മതി. അപ്പൊ ഞങ്ങള് ആ മുടി വെട്ടിക്കളയാൻ വേണ്ടി ഞങ്ങള് പോയി. അവന്റെ ഞങ്ങള് പോയി അങ്ങനെ. അപ്പോഴത്തേക്ക് 2 വിന്റർ ആർക്ക്, ഇവനും റോഷനും മുടി വെട്ടിയേ പറ്റത്തുള്ളൂ. ഇവന്മാർ 2 കൂടി പോയി നേരെ ബസ്കട്ടൊക്കെ അടിച്ച് വിറ്റതല്ല. ആ സമയത്താണ് അണ്ണന്റെ എൻട്രി. നമ്മള് എന്താ വെറുതെ അതല്ല ഞങ്ങള് ഇതെടുത്തോണ്ടിരിക്കുക. ഓരോരുത്തർ വരുന്നത് നമ്മള് റിയാക്ഷൻ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ലാനിഷ് അണ്ണൻ വന്ന് പറ, അമ്മ പറഞ്ഞു മോനെ പോണ്ട വീട്ടിൽ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവന്മാരെ മോനെ കാണണം, ചിരിക്കണോന്നും പറഞ്ഞ് വന്ന് ചിരിച്ച് ചിരിച്ച് ഞങ്ങള് ചിരിച്ച്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മുടി വെട്ടുന്ന സെരിയല് ഞാനും ഇതിലും വൃത്തികേടായിട്ടൊക്കെ സന്തോഷം. ആ കാലഘട്ടം ഇവന്റെ അനിയനും ഉണ്ടായിരുന്നു തോന്നുകൂടാ. അവൻ ചിരിച്ചു മറിഞ്ഞ്. ഇല്ലല്ലേ? അപ്പൊ അവൻ വീട്ടിലായിരുന്നല്ലേ? അവൻ ഞെട്ടി, എല്ലാം ഞെട്ടി. പക്ഷെ ഞങ്ങള് ചിരിച്ചു മറിഞ്ഞു കേട്ടാ. ഞാൻ ഫോട്ടോയോ വീഡിയോ കണ്ട ഞങ്ങളെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാണിച്ചു തരാം ഉറപ്പായിട്ട്. അനാവശ്യ പ്രോത്സാഹനങ്ങളിൽ വീഴരുത്. അതെ, 2 അടിയും കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് അപ്പടി സ്കൂട്ടായിക്കോണം. പെട്ടെന്ന് വീട്ടിൽ അമ്മ വിളിച്ചെന്ന് പറഞ്ഞ പോലെ ഓടി. പക്ഷെ അമ്മക്ക് ഇഷ്ടപ്പെട്ട്. അമ്മയുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു എന്റെ മോനെ വന്ന് അല്ല എന്റെ ക്രിസ്ത്യനെ നല്ലോണം കാണും. തങ്കം സാർ, തങ്കം. സത്യം, തങ്കത്തിന് നമ്മളെ ഒരുക്കി കൊടുത്തു. എനിക്ക് ഡിപ്രഷൻ ആയിരുന്നു. 2 ആഴ്ചത്തേക്ക് വെളിയിലോട്ടൊന്നും ഇറങ്ങിയില്ല. മരത്തൊന്നും മിണ്ടിയില്ല. ഓ, അത് മിണ്ടായില്ല. ഞങ്ങള് മൈൻഡ് ചെയ്ത പോലും ഇല്ല. അതാണ്ടാ ഇടയ്ക്ക് വെച്ച് മൈൻഡ് ചെയ്യാഞ്ഞ. ഇപ്പഴാണ് പുതിയ കാര്യം റിവീൽ ആയത്. കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. ഇപ്പോഴാണ് അറിഞ്ഞത്. അത് മിണ്ടാതിരുന്നത് ഇപ്പോഴാണ് അറിഞ്ഞത്.
പക്ഷെ ഇപ്പോഴത്തെ ലാൻസിന്റെ മുടിയുടെ ഇതൊക്കെ ഉണ്ട്. ലാൻസ് മുടി വെട്ടുന്നെന്ന് പറഞ്ഞ ഇവന്റെ കൂടെ മുട്ട അടിക്കുന്നെന്ന് പറഞ്ഞു. അതിന്റെ ഒരു കഥ പറഞ്ഞുതരാം ഗൈസ്. ഞാനിങ്ങനെ സമ്മറായപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു നമുക്ക് മുടിയൊക്കെ ഒന്ന് മുട്ടയടിച്ച് ചന്ദനമൊക്കെ തേച്ച് നല്ല മുടി അടിപൊളിയായിട്ട് വളരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. മിത്താണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇവൻ പറഞ്ഞ് അപ്പോഴത്തേക്ക് ഒരുത്തൻ പറഞ്ഞ് നമുക്കന്ന് ഒരുമിച്ച് വെട്ടാം, ഉറപ്പ് നമുക്ക് ഉടനെ വെട്ടാന്നൊക്കെ പറഞ്ഞ് എല്ലാം ഞാൻ അപ്പം മൈൻഡ് സെറ്റ് പോകും. ഞാൻ ലാൻസ് മുട്ട അടിക്കുന്നു സെറ്റ്. ഒരു ദിവസം കേട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് മുട്ട അടിക്കണോ? അപ്പൊ എനിക്ക് ഫ്ലാഷ് ബാക്ക് അടിച്ചു. എന്നിട്ട് എനിക്ക് മുടി വളർന്നായിരുന്നല്ലേ? വളർന്നു. അതുകൊണ്ട് വെട്ടണം. മുട്ട അടിച്ചാൽ ചിലപ്പോ മുടി വളരില്ല. ആദ്യം അങ്ങനെയൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഉണ്ട്. എങ്ങനെയുണ്ട് ഇല്ല എന്താ വെച്ചാല് പരമ്പരാഗതമായി മുടി ഇല്ലാത്ത ഫാമിലിയാണ് മൊട്ട ഫാമിലി. അതുകൊണ്ട് സോ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെ, ഞാൻ മാത്രമല്ല എല്ലാ കണക്കുള്ള. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്ന അറിയോ? മുടി അങ്ങ് വളർത്തുകയാണ്. അതാകുമ്പോ പെട്ടെന്ന് പൊഴിയും. അതങ്ങ് പോട്ടെ, വളരുന്ന അത്രയും വളരട്ടെ. അതാ ഇപ്പഴല്ലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. മുടി പോയാലും പിന്നെ എന്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. സത്യം. അത് കണ്ടായിരുന്നോ മറ്റേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തലയില് പുഴുവ അങ്ങനെ എന്തൊക്കെ ആയത് കണ്ടില്ലായിരുന്നോ? കാണിച്ചു തരാം. അല്ല ഇതൊന്ന് മുട്ടയാവട്ടെ, അപ്പൊ കാണിച്ചു തരാം. എടാ നമ്മള് മുട്ടയായി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ആൻഡ്രോടേറ്റ്സ് ആവും. ടേറ്റ്സ് ഫാമിലി. ആൻഡ്രോടേറ്റ് മാത്രമേ ഉള്ളൂ മുട്ട. മറ്റേ ഒരു മുടിയുണ്ട്. മുട്ട അടിക്കുമല്ലോ ഇടയ്ക്ക്. ഇല്ല ഇല്ല ഇല്ല, മുട്ട അടിച്ചിട്ടില്ല. നീ ഏത് കണ്ടത്? അവൻ മറ്റേ പറ്റിച്ച് നീ ആൻഡ്രോടേറ്റിനെ തന്നെ കണ്ടത്. നമ്മളും ഇനി പറ്റിച്ചൊക്കെ ചെയ്യും. വന്നിട്ട് പറ്റിച്ചിട്ടുണ്ട് ഉടനെ പറ്റിച്ച് ഇവിടെ ഈ സൈഡ് കൂടെ പറ്റിച്ച് ചീപ്പിക്കൊണ്ട് വരാം. അതേ കാണുള്ളൂ. ഒരു 4-5 മാസത്തെ പോഡ്കാസ്റ്റ് കഴിഞ്ഞ് കാണുമ്പോ കണ്ടാതി. 4 മാസം 5 വർഷം അതാണ് എന്റെ ലക്ഷ്യം. ഒട്ടിച്ചെങ്കിലും എക്സ്പ്രഷൻ കണ്ടത്. അല്ല നമ്മള് ഈ മുടി മുടി എന്ന് പറയുമ്പോ തന്നെ ബോയ്സ് മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഡിപ്രഷൻ വരുന്ന കാര്യം എന്റെ അറിവിൽ വേറെ ഇല്ല. മുടിയൊക്കെ ഇങ്ങനെ ചീപ്പ് ഇങ്ങനെ പൊഴിഞ്ഞ വാഷ് ബേസിൽ കിടക്കുന്ന കാണുമ്പോ അയ്യോ, ഞാൻ മുടി വളർത്തിയിരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു. ഫുൾ ഇങ്ങനെ മുടിക്കണം. അത് പൊഴിഞ്ഞ് പോയാ മതി. ഇങ്ങനെ അത് കണ്ടാ നിങ്ങൾ വിചാരിക്കാതെ പോയാ മതി. അമ്പിയോ അല്ല, അമ്പിയും കാട്ടി ഇല്ല, അത് കാണിക്കത്തില്ല. ഇല്ല ഇല്ല, ഉറപ്പായിട്ടും നിർത്തറ. അപ്പൊ അത് കഴിഞ്ഞാൽ മുടിയൊക്കെ വെട്ടി ക്ലീൻ ആയി. അപ്പൊ നല്ല രസമായിരുന്നു കേട്ടാ. ലുക്കിന് എന്റെ പൊന്നു ആകാശിന്റെ ട്രെൻഡ് സെറ്റർ. എത്ര വർഷത്തെ ട്രെൻഡ് സെറ്റ്? 1 വർഷത്തെ ഒന്നുമില്ല, എല്ലാ വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ട് ട്രെൻഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്. വൈകാതെ തന്നെ ഞാൻ ഈ പോഡ്കാസ്റ്റ് നിർത്തുന്നതായിരിക്കും. മിക്കാതെ ഞാൻ ഇറക്കി വിടും അതിന് മുമ്പേ. ഇല്ലേ, ഞാൻ വല്ലതും പറഞ്ഞ എന്നെ നിന്നെ വിട്ടാൽ പൈസ ലാൻസിന് നമ്മളെ പോഡ്കാസ്റ്റ് തന്നെ ഭയങ്കര ഫാൻ ബേസ് ആണ്. ഏത് ഫാൻ? കാണുന്ന ഒരു 100 പേരിൽ 10 പേര്, 10 അല്ല 60 പേരെങ്കിലും ലാൻസിന് ഫാൻസ് ആണ്. ജീവിക്കുന്നത് എന്റെ അടുത്ത് പലരും പറഞ്ഞായിരുന്നു. പാവോന്ന് പറഞ്ഞു ലാൻസിനെ പറ്റി. നല്ല സോപ്പല്ലേ. ലാൻസിന് പോകാൻ സമയമായി, വീട്ടിൽ നിന്ന് കോള് വരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മുടി വെട്ടും ഹെയർ സ്റ്റൈൽ നമ്മൾ പിന്നെ ഇതൊന്ന് റേറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബൈ ഗായ്സ്. നല്ലൊരു പോഡ്കാസ്റ്റുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ ഉടനെ വരുന്നതാണ്. അപ്പൊ ഈ വീഡിയോ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബൈ.